ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാൾ, രണ്ടാം ഇന്നിംഗ്സിൽ ശുഭ്മാൻ ഗിൽ. ഈ രണ്ടുപേരും ഒഴിച്ചാൽ ബാക്കി പഴയതുപോലെ തന്നെയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ വിമർശിച്ചവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകി ശുഭ്മാൻ ഗിൽ. താരം 147 പന്തിൽ 104 റൺസ് നേടി. ടെസ്റ്റിലെ തൻ്റെ 3ാം സെഞ്ചുറി കുറിച്ചു. അവസരങ്ങൾ അധികം നൽകുന്നുവെന്ന വിമർശനം ഉയർന്നിരുന്നു. ഈ പ്രകടനം കൊണ്ട് താൽക്കാലികമായി ആ വിമർശനത്തിന് ശമനം വരുത്താൻ സാധിക്കും. 3ാം ദിനം ഇന്ത്യ 255 റൺസ് എടുത്ത് പുറത്തായി. ശുഭ്മാൻ ഗില്ലിന്റെ കൂടെ കുറച്ചെങ്കിലും ബാറ്റിംഗ് കാഴ്ചവെച്ചത് അക്സർ പട്ടേലും അശ്വിനും മാത്രമാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ടെസ്റ്റിലും ഈ ടെസ്റ്റിലും ഇന്ത്യ നേരിടുന്ന പോരായ്മ. 3ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് 67 റൺസ് എടുത്തിട്ടുണ്ട്. ഇനി 332 റൺസ് കൂടി എടുത്താൽ ഇംഗ്ലണ്ടിന് ജയിക്കാം. അത്യന്തം ആവേശകരമായ അന്ത്യത്തിലേക്കാണ് ഈ ടെസ്റ്റ് പോകുന്നത്. ഇന്ത്യ ശക്തമായ നിലയിലാണ് ഇപ്പോഴുള്ളത്. വിജയപ്രതീക്ഷയും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ഇന്ത്യക്ക് കണക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഈ ടെസ്റ്റിലെ വിജയം. 3ാം ടെസ്റ്റിൽ കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ ശ്രേയസ് അയ്യർ പുറത്തിരിക്കേണ്ടി വരും. നിലവിലെ പ്രകടനം നോക്കുമ്പോൾ ശ്രേയസ് അയ്യരുടെ സീറ്റ് തെറിക്കാനാണ് സാധ്യത. കോഹ്ലിയുടെ മടങ്ങിവരവ് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തിൻ്റെ പോരായ്മയ്ക്ക് ഒരു മാറ്റം വരാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ മികച്ച കീപ്പർമാർ ആരും തന്നെ ഇല്ലാഞ്ഞിട്ടാണ് KS ഭരത്തിനെ കീപ്പിങ്ങിൽ പരിഗണിക്കുന്നതെന്ന് സംശയം ആരാധകർക്കുണ്ട്. 28 പന്തിൽ താരം വെറും 6 റൺസാണ് നേടിയത്. ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല. കൂടാതെ വിക്കറ്റിന് പിന്നിലും ക്യാച്ചുകളും സ്റ്റംപിങ്ങുകളും പാഴാക്കുന്നു. ഇവരെ കളിച്ച ടെസ്റ്റിൽ ഒരു മികച്ച പ്രകടനം പോലും താരത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. താരത്തിന് സ്ഥിരമായി അവസരം ലഭിക്കുന്നുമുണ്ട്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവസരങ്ങൾ പലതും ലഭിച്ചിട്ടും അത് മുതലാക്കാൻ KS ഭരത്തിനായിട്ടില്ല. താരത്തെ അടുത്ത ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം. എങ്ങനെ താരത്തിന് അധികം അവസരം ലഭിക്കുന്നു എന്നുള്ള സംശയവും ബാക്കിയുണ്ട്. സഞ്ജു സാംസൺ അല്ലെന്നുണ്ടെങ്കിൽ ധ്രുവ് ചുരലിനോ അവസരം അടുത്ത ടെസ്റ്റിലുണ്ടാവും. ഈ ടെസ്റ്റിലെ വിജയം ഇന്ത്യക്ക് അമിത ആത്മവിശ്വാസം നൽകും. ഇന്ത്യ ഇപ്പോൾ ഈ ടെസ്റ്റിലെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.